ഇന്ന് മസാല ദോശയുടെ ഉള്ളിൽ നമ്മൾ വെക്കണ പൊട്ടാറ്റോയുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, മസാല ദോശയുടെ, അതാണ് ഉണ്ടാക്കണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചട്ടിയിൽ നമ്മൾ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിക്കണം. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഇതുണ്ടല്ലോ, ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും അത് ഓരോ ടീസ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഇടണു. അതൊന്ന് കളർ ഇങ്ങനെ മാറി വരുന്ന ആ സമയത്ത് ഞാനിതിൽ കുറച്ച് കാഷ്യൂ പൊട്ടിച്ചിടുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞിതാക്കി പൊട്ടിച്ചിട്ട് ഒരു 5-8 കാഷ്യൂ പൊട്ടിച്ചിട്ട് ചെറുതാക്കി പൊട്ടിച്ചിട്ട് ഇടുന്നുണ്ട്. അത് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, ഇഷ്ടമില്ലാത്തവർ ആ ഭാഗം സ്കിപ്പ് ചെയ്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ഇട്ടാലും നല്ലതാണ് കേട്ടോ. മസാല നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാനായിട്ട് ഇതൊക്കെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, ഈ ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, കാഷ്യൂ അതൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണേ. എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനത് ഇടുന്നത്. അതെല്ലാം കൂടി നമ്മൾ അതിലിട്ടിട്ട് ഒന്ന് നമ്മൾ കളറൊന്ന് മാറി വരണുണ്ട് കേട്ടോ. നല്ലോണം ഡാർക്ക് കളറൊന്നും ആവണ്ട, ഒരു ഗോൾഡൻ കളർ ഇങ്ങനെ ആയി വരണ ആ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കുനുകുനതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് സവോള വലുത് ഒരു 4 സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടി അരിഞ്ഞ് അതിലേക്ക് ഇടുകയാണ്. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട കാരണം കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി കാണാഞ്ഞത് കേട്ടോ, അതിലുണ്ട് അതെല്ലാം. നന്നായിട്ട് അതൊന്ന് വാട്ടിയെടുക്കുകയാണ്. വാട്ടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ഗോൾഡൻ ബ്രൗൺ ഒന്നും ഞാൻ ആക്കാറില്ല മസാലയ്ക്ക്. ക്രിസ്പി ആയിട്ട് ആ ഉള്ളിയുടെ ക്രിസ്പിനെസ് പോയിട്ട് ഒരു ഗ്ലാസ് പരുവത്തിൽ വാടി വരുന്ന ആ പരുവുണ്ടല്ലോ, അപ്പം ഞാൻ പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് വാടും. ആ സമയത്ത് ഞാൻ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരും കേട്ടോ. ആ സമയത്ത് ഉപ്പ് ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് നമുക്ക് വേണ്ട മഞ്ഞപ്പൊടി അതിലേക്കിടും. മഞ്ഞപ്പൊടി അതിന് മുമ്പ് ഞാൻ എത്ര സവോളയാണോ എടുക്കണത് അതിൻ്റെ ഒന്നോ രണ്ടോ കൂടുതലായിട്ട് പൊട്ടാറ്റോ വേവിച്ച് വെക്കും. ഒരു 4 സവോള ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ 5-6 പൊട്ടാറ്റോ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാനത് വേവിച്ചിട്ട് ഉടച്ചു വെക്കും. ഉടയ്ക്കാൻ അതിലിട്ടിട്ടായാലും നമ്മൾ കൈ കൊണ്ട് ഉടച്ചിട്ട് ഇടാൻ പെട്ടെന്ന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ നന്നായിട്ട് സ്മാഷർ വെച്ച് ഉടച്ചു വെക്കുകയാണെങ്കിൽ ഒട്ടും അതിൽ പീസസ് വരില്ല പൊട്ടാറ്റോടെ കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറ്, കാരണം എൻ്റെ വീട്ടിലെല്ലാവർക്കും നന്നായിട്ട് സ്മാഷ് ആയിട്ടാണ് മസാല ഇരിക്കേണ്ടത്. അത് കുഴപ്പമില്ല, പീസ് ആയാലും പ്രശ്നമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഈ പൊട്ടാറ്റോ ഉടച്ചത് അതിലേക്ക് ഇട്ടിട്ട് ഈ മഞ്ഞപ്പൊടി മൂക്കുമ്പോഴാണ് കേട്ടോ. ഉള്ളി അതിലേക്ക് വാടി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ടേ. 5-6 പൊട്ടാറ്റോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, പുഴുങ്ങിയത്. മഞ്ഞപ്പൊടി അതിലേക്ക് ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഒന്ന് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ സ്മാഷ് ചെയ്തിട്ടുള്ള പൊട്ടാറ്റോ അതിലേക്ക് ഇടുന്നത്. പൊട്ടാറ്റോ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. ഉള്ളി വാട്ടുമ്പോൾ തന്നെ നമ്മൾക്ക് പൊട്ടാറ്റോയിലേക്കും ഈ ഒനിയനിലേക്കും ഒക്കെ മസാലയിലേക്കും ഒക്കെ വേണ്ട ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇടണം. കുറച്ച് ഉള്ളിയിൽ കുറച്ച് ഉപ്പ് കൂടി നിൽക്കുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടാറ്റോയിലേക്ക് പാകമായിരിക്കും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് പൊട്ടാറ്റോയിൽ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് നല്ല യോജിപ്പ് വന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് തീ മീഡിയത്തിൽ വെച്ചിട്ട് അടച്ചു വെച്ചു. ഞാൻ അടച്ചു വയ്ക്കുമ്പോൾ അതിലേക്ക് നന്നായി ചൂടൊക്കെ കയറി മസാല നല്ല പരിവായിട്ട് കിട്ടും നമുക്ക് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ദോശ ഉണ്ടാക്കൽ എല്ലാവർക്കും അറിയണ കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കണില്ലേ. ഞാൻ ഉണ്ടാക്കിയത് അരി, ഉഴുന്ന്, ഉലുവ എല്ലാം കൂടി വെള്ളത്തിൽ കഴുകി നമ്മൾ കുതിരാൻ വെച്ചതിന് ശേഷം അത് അരച്ച് പുളിച്ച മാവ് കൊണ്ട് പുളിച്ചതും പുളിക്കാത്തതും ഞാൻ ദോശ ഉണ്ടാക്കലുണ്ട്. പുളിക്കാത്തതും ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം പുളിക്കാത്ത മാവ് കൊണ്ട് അരച്ച് ഉടനടി നമ്മൾ ദോശ ഉണ്ടാക്കില്ലേ, അത് എനിക്ക് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ മസാല ദോശ നന്നായി വലിയതായിട്ട് പരത്തി എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് ഫില്ലിങ് വെക്കണം. കുറച്ച് ഗീ അതിൻ്റെ മേളിൽ ദോശ ഉണ്ടാക്കിയിട്ട് ഒഴിക്കൂട്ട് ഞാൻ, നല്ലൊരു ഫ്ലേവർ വരും. എന്നിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ഫില്ലിങ് വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചതിന് ശേഷം മസാല ദോശ മടക്കിയിട്ട് മസാല ദോശയാക്കിയിട്ട് അത് എത്ര വലുപ്പമാണോ നിങ്ങളുടെ തവയുടെ അനുസരിച്ച് അത്ര വലുപ്പത്തിന് നിങ്ങൾക്ക് എടുക്കാം. ഹോട്ടലുകളൊക്കെ കിട്ടുന്ന പോലെ വലിയ മസാല ദോശ കിട്ടണമെങ്കിൽ അത്ര വലിയ തവ വേണം നമുക്ക്.
അത്ര വലിയ തവയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമുക്ക് മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനിവിടെ ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് മസാല ദോശ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ. അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളി ചമ്മന്തിയും അരച്ചിട്ട് അതിൻ്റെ സൈഡായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നമുള്ള കാരണം കൊണ്ട് വീഡിയോയിൽ സൗണ്ട് കുറച്ച് ക്ലാരിറ്റി പ്രശ്നം വരും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാനത് മാനേജ് ചെയ്യാം. കാരണം എനിക്ക് ജലദോഷം ആയതുകൊണ്ടാണ് സൗണ്ട് പ്രശ്നമായിരിക്കണത്. താങ്ക് യു.